നമസ്കാരം. ഏപ്രിൽ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കാരണം ഈ രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഏപ്രിൽ മാസം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രാശിക്കാരെ തേടിയെത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. ഏപ്രിൽ മാസത്തിൽ നിരവധിയാർന്ന ഗ്രഹ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ചൊവ്വയുടെ രാശിമാറ്റവും ബുധന്റെ രാശിമാറ്റം എല്ലാം തന്നെ ഏപ്രിലാണ് സംഭവിക്കുന്നത്. കൂടാതെ ശുക്രന്റെ വക്രഗതിയിലുള്ള സഞ്ചാരവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കൂടാതെ 4 ഗ്രഹങ്ങൾ ഒരു നക്ഷത്രത്തിൽ സംക്രമിക്കുന്നു എന്ന പ്രത്യേകതയും ഏപ്രിൽ മാസത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ മാസം കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ആ രാശിക്കാരെ കുറിച്ചാക്കുന്നു. ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ ഏവരും വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ കൂടുതൽ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തികമായി പല രീതിയിലും മാറ്റങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ജീവിതത്തിൽ വിവേകത്തോടെ തന്നെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യക്തി ജീവിതത്തിലും അനുകൂലമായ പലവിധ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താം. ഏപ്രിൽ മാസത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. വ്യക്തി ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായി തീരുന്ന, സാമ്പത്തിക സ്ഥിതി കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിക്ഷേപത്തിൽ ഈ കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതിനോടൊപ്പം ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക. കടബാധ്യതകളാണ് എങ്കിലും ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളാലും ധനം അല്പം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നേതൃപാടവം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ, അത്തരത്തിൽ പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പണം സമ്പാദിക്കാനുള്ള പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ധനപരമായ ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും വർദ്ധിക്കും. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ബിസിനസ് പരമായ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം
പല വ്യക്തികളിൽ നിന്നും സഹായം, പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഏപ്രിൽ മാസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് ഏപ്രിൽ മാസം. സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വർദ്ധിക്കാം. ആഗ്രഹിച്ച രീതിയിലുള്ള അനവധിയാർന്ന നേട്ടങ്ങൾ, കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വെച്ചടി കയറ്റം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ബിസിനസ് പരമായി പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയിൽ പുരോഗതി കൈവരിക്കുവാനുള്ള അവസരങ്ങൾ, വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുള്ളവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്ന പല പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ, താൽക്കാലികമായ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ലാഭം വർദ്ധിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ അകലുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ജീവിതത്തിൽ പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരും. ജോലിയിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. പങ്കാളിത്തത്തോടെ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് അനുകൂലമായ ഫലങ്ങൾ അഥവാ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. പൊതുവിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കടന്ന് വരാവുന്നതായ ഒരു സമയമാകുന്നു. കൂടാതെ ഈ സമയം ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ സ്വന്തമാക്കുക, വാഹനഭാഗ്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ആഗ്രഹിക്കുന്നതായ വാഹനമോ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ പ്രയാസപ്പെടുന്നതായ സാഹചര്യത്തിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കഴിവിനൊത്ത് വളർച്ച നേടുന്ന സമയമാകുന്നു. ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് തൊഴിൽപരമോ ബിസിനസ് പരമോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ശുഭകരമായ വാർത്തകൾ, ഇത്തരത്തിൽ പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. അതിനാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സമയം പ്രത്യേകമായും ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോവുക.